ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് യമുനാ നദിയുടെ തീരത്ത് കാലത്തിൻ്റെ ഒഴുക്കിനെയും അതിജീവിച്ച് ഇന്നും ലോകത്തിൽ വിസ്മയിപ്പിക്കുന്ന ഒരു വെളുത്ത സ്വപ്നമുണ്ട്. അതെ, താജ്മഹൽ. ഇന്ന് ഞങ്ങൾ താജ്മഹൽ കാണാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ പിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോഡ് തിരിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ കാഴ്ചകൾ ഒന്ന് പുതുക്കിയേക്കാം എന്ന് വിചാരിച്ചു. ഇതാണ് ഹോട്ടൽ പുൽമാൻ. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. പ്രണയത്തിൻ്റെ പ്രതീകവും മുഗൾ ശില്പികളുടെ ഉച്ചകോടിയും ലോക അത്ഭുതങ്ങളിൽ ഒന്നായ ഈ അതുല്യ സ്മാരകത്തിൻ്റെ ചരിത്രവും ശില്പകലാ പ്രാധാന്യവും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പറയാൻ ശ്രമിക്കാം കേട്ടോ. ആഗ്ര എന്നത് ഞങ്ങളുടെ ലിസ്റ്റിൽ പോലും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. എന്നാൽ താജ്മഹൽ കാണാൻ അവസരം കിട്ടിയാൽ ഒന്ന് പോകണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു ക്യാബുകാരനെ പരിചയപ്പെട്ടു. ആ ക്യാബുകാരനിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷനും അദ്ദേഹത്തിൻ്റെ ക്യാബ് സർവീസിൽ ആഗ്രയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ ചിലവ് വരുമെന്നൊക്കെ ഞങ്ങൾ നന്നായി നോക്കി മനസ്സിലാക്കിയിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ, എൻ്റെ വൈഫും കുഞ്ഞും കൂടെയാണ് പോയത്. അതുകൊണ്ട് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ക്യാബ് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് ആഗ്രയിലേക്ക് പോകാം. ട്രെയിൻ അവൈലബിലിറ്റി ഉണ്ട്, ബസ് അവൈലബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നൊരു വാഹനം എടുത്തു വേണമെങ്കിലും നിങ്ങൾക്ക് ആഗ്രയിലേക്ക് യാത്ര ചെയ്യാം. പക്ഷേ അതിന് നല്ല ചിലവായിരിക്കും കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം എത്ര രൂപ ചിലവായെന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു വാഹനം എടുത്ത് പോയാൽ എത്രയാവും എന്നൊക്കെ അവസാനം ഞാൻ പറയാം. ഏർലി മോർണിംഗാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. ഞങ്ങളൊരു 8:30, 9 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ റെഡ് ഫോർട്ട് അതുവഴി ഞങ്ങൾ പാസ് ചെയ്ത് താജ്മഹലിൻ്റെ അടുത്തെത്തി. യാത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വേറൊന്നുമല്ല, ഞങ്ങൾ വന്ന വഴിയിൽ കണ്ട കാഴ്ചകൾ, ലൈറ്റുകൾ കണ്ണിന് വളരെ കുളിർമയേകുന്നതായിരുന്നു. ആഗ്ര കോട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഉത്തർപ്രദേശിലെ ആഗ്ര നഗരത്തിലാണ് ഈ മഹത്തായ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1983 യുനെസ്കോ ആഗ്ര കോട്ടയെ ലോക പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഗ്ര കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത് 1565 മുഗൾ ചക്രവർത്തിയായ അക്ബർ ആയിരുന്നു കേട്ടോ. തുടക്കത്തിൽ ഇത് ചുവന്ന മണൽക്കല്ലുകൾ ഉപയോഗിച്ചതിന് നിർമ്മിച്ചത്. പിന്നീട് ഷാജഹാൻ രാജാവ് വെളുത്ത മർമ്മരം ഉപയോഗിച്ച് നിരവധി ഭാഗങ്ങൾ പുതുക്കിപ്പണിതു. മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രധാന ഭരണകേന്ദ്രമായിരുന്നു ഈ കോട്ട. ഈ ഒരു റൗണ്ട് ബോട്ടിൽ നിന്ന് ഒരു 800 മീറ്റർ മാറിയാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. താജ്മഹൽ പിന്നെയും ഉള്ളിലേക്ക് പോകാനുണ്ട്. ഇവിടെ ഒരു പാർക്കിംഗ് ആണ് 800 മീറ്റർ കേട്ടോ. ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലല്ല വണ്ടി പാർക്ക് ചെയ്തത്, പുറത്തൊരു ഫ്രണ്ടിൻ്റെ സ്ഥലത്ത് പാർക്ക് ചെയ്യുമായിരുന്നു. അവിടെ നിന്നൊരു ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് ഞങ്ങൾ താജ്മഹൽ ഏരിയയിലേക്ക് എടുത്തത്. ഈ ക്യാബ് സർവീസിൻ്റെ കൂടെ ഒരു ഗൈഡിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് താജ്മഹലിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു യാത്രയിൽ പലതിലും. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ടിക്കറ്റ് ഞങ്ങൾ ഓൺലൈനാണ് എടുത്തത്. അറൗണ്ട് 170-200 അടുത്താണ് 2 പേർക്കായത്. ഈസ്റ്റ് ഗേറ്റ് വഴിയാണ് ഞങ്ങൾ എൻട്രി ചെയ്തത്. കയറി ചെല്ലുമ്പോൾ തന്നെ നടവഴിയിൽ 1862 മുതൽ 2024 വരെയുള്ള താജ്മഹലിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത് ഫോട്ടോകൾ പതിപ്പിച്ചിരിക്കുന്നു. ഇതിനകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ രീതിയിൽ, ഏതൊക്കെ ഡിസൈനുകളാണ് അവർ ചെയ്തിരിക്കുന്നത്, എവിടെയാണ് അറ്റകുറ്റപ്പണികൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ പിക്ചറിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ സാമ്രാജ്യം കലയ്ക്കും ശില്പകലയ്ക്കും വളരെ പ്രാധാന്യം നൽകിയിരുന്നൊരു ഭരണ കാലഘട്ടമായിരുന്നു. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ഭരണം 1628 മുതൽ 1658 വരെ ഭരിച്ചിരുന്നു. കലാസ്നേഹിയായ, വാസ്തുവിദ്യയിൽ ആഴത്തിലുള്ള താല്പര്യമുള്ളൊരു ഭരണാധികാരിയായിരുന്നു. ഷാജഹാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു മുംതാസ് മഹൽ. 1631 ഒരു പ്രസവത്തിനിടെ അപ്രതീക്ഷിതമായി മരണമടഞ്ഞു. ആ മരണം ഷാജഹാനെ അത്യന്തം ദുഃഖത്തിലാഴ്ത്തി. ചരിത്രകാരന്മാർ പറയുന്നത് മുംതാസ് മഹലിൻ്റെ മരണശേഷം ഷാജഹാൻ ദീർഘകാലം ആഴത്തിലുള്ള ദുഃഖത്തിലായിരുന്നു എന്നാണ്. മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ശവകുടീരം പണിയാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് താജ്മഹൽ പിറവിയെടുക്കുന്നത്. You are welcome, Taj. Thank you. Thank you so much. So that beautiful buildings, beautiful part from that, the part named courtyard. You know courtyard? Courtyard, yeah. Beautiful courtyard and beautiful garden here inside. There are the 4 gates. Main gate behind you, the call East Gate. Not a VIP. Okay. East Gate. East Gate. Yeah. Okay. And now be VIP. Before time, the Mughal family is coming this gate. Like normal people, this time, this gate, west gate. Okay. And south gate, left side from this side.
Other side. South, before time, worker gate. Okay. Because worker family live on behind. Oh, okay. Look from that. Before time, all designer room. Texture same. There's no changing. Changing is like Man, door. avoid New door. It's still the gate name, East Gate, South Gate, West Gate, North Gate. But it's still the changed the name. They call New Gate, the name Royal Gate. You know why? You are the royal family welcome Taj. That's why they call Royal Gate. It's also like in Taj welcome. The full-time Persian family. Now all Persian leave India. Now Indian family. They are also Indian like passport everything. But the blood is Persian. താജ്മഹലിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 1632 പൂർത്തിയായത് 1653 ഏകദേശം 22 വർഷമാണ് ഈ താജ്മഹൽ പണി പൂർത്തീകരിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന സമയം. ഇതിൽ 20,000 തൊഴിലാളികളാണ് ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചത്. അന്നത്തെ കണക്കിൽ 32 മില്യൺ രൂപയാണ് ചെലവഴിച്ചത്. Can you tell some history of this Shah Jahan? Because there are a lot of histories, fake histories they have made. Some also fake story, some the real story. Some people also talk about they have no knowledge. They give it a story about. Actually, the king call still everyone Mughal. Okay. Mughal is short name. Okay. Actual one real Mongol family. You know Mongolian. Yeah. China. They're studying Babur, Humayun, Akbar, Jahangir, Shah Jahan. The Shah Jahan, the fifth Mughal empire. You know about idea about how many wives King Shah Jahan before time? How many wives the King Shah Jahan? Legal. No, legal wife. I'm talking about legal. Okay. Legal 3 wives. Okay. First wife Indian wife, they call Fatehpuri Begum. Second wife Sarhinda Begum, also Indian wife. Third wife Mumtaz, beautiful wife. Okay. She born in Persia. Okay. For Today Mumtaz, Iran. this Yes, was Mumtaz. built, right? But Why the Mumtaz? what about the other two? Other also they are also body here. Okay. Not make Taj Mahal, only Mumtaz one. So why the Mumtaz one, King Shah Jahan, they use? Why they make only memory Mumtaz one? Reason is the family. They like the children King family. Okay. First wife married, no children. Again married, No children. no children. Then again married. Last wife, she about ages very time, very young, 19. King Shah Jahan, they get to. അദ്ദേഹം പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ബ്രിട്ടീഷ് ആളുകൾ ഇവിടെ വന്നതിന് ശേഷം ബ്രിട്ടീഷ് ആളുകൾ ഭയങ്കര ശക്തിയേറിയവരായിരുന്നുവെന്നും ഇവിടെയുള്ളവരെ അവർ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുമാണ്. അങ്ങനെ ഷാജഹാൻ രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. കുറച്ചാളുകൾ ബാംഗ്ലൂരിലേക്കും കുറച്ചാൾ ഹൈദരാബാദിലേക്കും അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആളുകൾ ഉണ്ടാവാം, പക്ഷേ അവർക്കൊന്നും ഇത് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള ഒരു ഓപ്ഷനാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് താജ്മഹലിൻ്റെ ഒരു മെയിൻ കവാടം വരുന്നത്, റോയൽ ഗേറ്റ് എന്ന് പറയുന്ന കവാടം. ഈ കവാടത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ആ കവാടത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് താജ്മഹൽ വളരെ അടുത്താണെന്ന് തോന്നിപ്പോകും. ഇന്ത്യ, പേർഷ്യ, തുർക്കി, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ശില്പികളും കരകൗശല വിദഗ്ധരും ഈ മഹാനിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇസ്ലാമിക്, പേർഷ്യൻ, തുർക്കിഷ്, ഇന്ത്യൻ ശില്പകലാ ശൈലികളുടെ അത്ഭുതകരമായ സംയോജനമാണ് മുഗൾ വാസ്തുവിദ്യയുടെ ഉച്ചകോടി എന്നറിയപ്പെടുന്നു താജ്മഹൽ. താജ്മഹലിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മളെ സ്വാഗതം ചെയ്യുന്ന അതിശയകരമായ കെട്ടിടമാണ് റോയൽ ഗേറ്റ്. ഇതിനെ ദർവാസ എ റൗസ് എന്ന് വിളിക്കുന്നു. റോയൽ ഗേറ്റിൻ്റെ ചരിത്ര പ്രാധാന്യം എന്തെന്നാൽ താജ്മഹൽ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗേറ്റ് പണിതത്. 1632 മുതൽ 1653 വരെയുള്ള കാലയളവിലാണ് താജ്മഹൽ പണിയപ്പെടുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. പ്രധാന ശവകുടീരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ആചാരപരവും പ്രതീകാത്മകവുമായ കവാടം എന്ന് ഇതിനെ നമുക്ക് വിലയിരുത്താം. മുഗൾ രാജകീയതയും ആത്മീയതയും ഒരുമിച്ച് പ്രതിഫലിപ്പിക്കുന്ന ഘടനയാണ് റോയൽ ഗേറ്റിൻ്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനിൽ നിന്നുകൊണ്ട് നമ്മൾ ആ കവാടത്തിൻ്റെ ഉള്ളിൽ നിന്നും താജ്മഹലിലേക്ക് നോക്കുമ്പോൾ
നമുക്ക് താജ്മഹൽ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒത്തിരിയധികം ദൂരേക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതാണ് അദ്ദേഹം നിന്ന് നോക്കാനായിട്ട് നമ്മളോട് പറഞ്ഞത്. ഇവിടെ ഒരു വലിയ ഏരിയ തന്നെയുണ്ട്. അതിൻ്റെ മുൻപിലുള്ള പച്ച പുല്ലുകൾ പാകിയിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ ഭംഗിയും അത് തന്നെ. ഇതാണ് മെയിൻ ഗേറ്റ്. ചുവന്ന മണൽക്കല്ല് റെഡ് സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ചാണ് പ്രധാനമായും നിർമ്മിച്ചത്. ഈ കവാടത്തിനകത്തേക്ക് കയറുമ്പോൾ ഇതിന് ഏറ്റവും വലിയൊരു വാതിലുണ്ട്. ആ വാതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, മുൻപ് അത് സിൽവർ ആയിരുന്നെന്നും ഇപ്പോൾ ഇത് മുഴുവൻ ബ്രാസ് ആണെന്നുമാണ്. ചിലപ്പോൾ സംഭവങ്ങൾ ആളുകൾ എടുത്തിട്ട് പോയിട്ടുണ്ടാവാം, പിന്നീടത് അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം, അത് കഴിഞ്ഞ് ബ്രാസിൽ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ കവാടത്തിൻ്റെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. പണ്ട് വലിയ രാജകൊട്ടാരങ്ങളിലകത്തേക്ക് കയറുവാൻ ഒരു ചെറിയ ഡോർ ഉള്ളതുപോലെ തന്നെ ഒരു ചെറിയ ഡോറാണ് അവിടെ ഉള്ളത്. ഇതാണ് അതിൻ്റെ പൂർണ്ണഭാഗം. ഇതുപോലെ 2 ഡോറുകൾ ചേർന്നാണ് ഇതൊരു ഡോറായി മാറുന്നത്. അകത്തേക്ക് കടക്കുമ്പോൾ എല്ലാത്തിനും ഓരോ കോണുകളിൽ ചെത്തി വെടിപ്പാക്കി വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുമെങ്കിലും ഇതിൻ്റെ ഡിസൈനൊക്കെ അതിശയകരമാണ്. മുകളിൽ വെളുത്ത മാർബിൾ അലങ്കാരങ്ങളും വലിയ കമാനാകൃതിയിലുള്ള പ്രവേശനവും ഓവൻ സ്റ്റൈൽ എന്ന് പറയുന്നു. വശങ്ങളിലായി ചെറു ഗോപുരങ്ങൾ. കവാടത്തിൻ്റെ മുകളിലെ ഖുറാനിലെ വചനങ്ങൾ മനോഹരമായ കാലിഗ്രാഫിയിൽ കുത്തിയിരിക്കുന്നു. ഈ വചനങ്ങൾ സ്വർഗത്തിലേക്കുള്ള പ്രവേശനമായി സൂചിപ്പിക്കുന്നു. അക്ഷരവലിപ്പവും മുകളിലേക്ക് പോകുന്തോറും വർദ്ധിക്കുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ്റെ മികച്ച ഉദാഹരണമാണ് ഈ കവാടം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ കല്ലുകളും ഓരോ മെറ്റീരിയലുകളും പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. റോയൽ ഗേറ്റ് കടക്കുന്നത് ലൗകിക അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് സ്വർഗീയ ലോകത്തിലേക്കുള്ള പ്രവേശനം എന്ന ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കവാടം കടന്നാൽ മാത്രമേ താജ്മഹലിൻ്റെ പൂർണ്ണ സൗന്ദര്യം ഒരൊറ്റ കാഴ്ചയിൽ ദൃശ്യമാകൂ. ഇത് ഉദ്ദേശപൂർണമായ ഡിസൈനാണ്. പഴയകാലത്തെ രാജകുടുംബവും പ്രത്യേക അതിഥികളും ഈ കവാടം വഴിയാണ് താജ്മഹൽ സമുച്ചയത്തിലേക്ക് പ്രവേശിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റോയൽ ഗേറ്റ് എന്ന് വിളിക്കുന്നത്. ഷാജഹാൻ മുഗൾ സാമ്രാജ്യത്തിൻ്റെ 5ാമത്തെ ചക്രവർത്തി. ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും അധികം ഓർക്കപ്പെടുന്നതും താജ്മഹലിൻ്റെ സൃഷ്ടാവും എന്ന നിലയിലാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും കുടുംബവും പ്രണയം, അധികാരം, ദുഃഖം എന്നിവ ചേർന്നൊരു വലിയ ചരിത്ര കഥയാണ്. ഷാജഹാന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മുംതാസ് മഹലായിരുന്നു. അവർ വെറും ഭാര്യയല്ല, ഷാജഹാന്റെ വിശ്വസ്ത ഉപദേഷ്ടാവും ജീവിത സഖിയുമായിരുന്നു. 1631 14ാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിനിടെ മുംതാസ് മഹൽ മരണപ്പെട്ടു. ഈ നഷ്ടം ഷാജഹാന്റെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിച്ചു. അവരുടെ സ്മരണയ്ക്കായി ലോകം കണ്ട ഏറ്റവും മനോഹരമായ ശവകുടീരം പണിയുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതാണ് ആ കാണുന്ന താജ്മഹൽ. ഷാജഹാനും മുംതാസ് മഹലിനും 14 മക്കളുണ്ടായിരുന്നു. അവരിൽ പ്രധാനപ്പെട്ടവർ ദാര ഷിഖോവ്, പിതാവിൻ്റെ പ്രിയപ്പെട്ട മകൻ, മതസഹിഷ്ണുതയിൽ വിശ്വസിച്ച രാജകുമാരൻ; ഔറംഗസേബ്, അത്യന്തം ശക്തനും കഠിനവുമായ സൈനികൻ; ഷാ ഷുജാ ആൻഡ് മുറാദ് ബക്ഷ്, സിംഹാസനത്തിനായി മത്സരിച്ച മറ്റു മക്കൾ. ഷാജഹാൻ രോഗബാധിതനായതോടെ മുഗൾ സാമ്രാജ്യം ഭീകരമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങി. ഔറംഗസേബ് തൻ്റെ സഹോദരന്മാരെ തോൽപ്പിക്കുകയും ദാര ഷിഖോവിനെ വധിക്കുകയും ചെയ്തു. മക്കളിൽ പെൺമക്കൾ ജഹാനാര ബേഗം, ഷാജഹാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ. അച്ഛൻ്റെ തടവുകാലത്ത് അദ്ദേഹത്തോടൊപ്പം നിന്നു. റോഷ്നാര ബേഗം ഔറംഗസേബിനെ പിന്തുണച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടു. 1658 ഔറംഗസേബ് പിതാവിനെ അധികാരത്തിൽ നിന്ന് മാറ്റി ഷാജഹാനെ ആഗ്ര കോട്ടയിൽ തടവിലാക്കി. അവിടെ നിന്ന് യമുന നദിക്കപ്പുറം താജ്മഹൽ നോക്കി അദ്ദേഹം 8 വർഷത്തോളം ജീവിച്ചു. 1666 ഷാജഹാൻ മരണപ്പെട്ടു. അദ്ദേഹത്തെ മുംതാസ് മഹലിനടുത്ത് താജ്മഹലിൽ സംസ്കരിച്ചു. ഷാജഹാന്റെ കുടുംബകഥ ഒരു രാജവംശത്തിൻ്റെ ചരിത്രമല്ല മാത്രം, അത് പ്രണയത്തിൻ്റെ ഉച്ചകോടിയും അധികാരത്തിൻ്റെ ക്രൂരതയും മനുഷ്യബന്ധങ്ങളുടെ തകർച്ചയും ഒന്നിച്ചു പറയുന്ന കഥയാണ്. ഒടുവിൽ ലോകമോർക്കുന്നത് സിംഹാസന യുദ്ധങ്ങളെയല്ല, താജ്മഹലിൽ കുത്തിയ ഒരു രാജാവിൻ്റെ പ്രണയത്തെ തന്നെയാണ്. ഡയാന ബെഞ്ച് അല്ലെങ്കിൽ ഡയാന ബ്രിഡ്ജ്, താജ്മഹലിലെ ഐക്കോണിക് സ്ഥലം. താജ്മഹൽ സമുച്ചയത്തിലെ റിഫ്ലക്ഷൻ പൂളിന് സമീപം ചെറിയ മാർബിൾ പ്ലാറ്റ്ഫോമിനെയാണ് ഇന്ന് പൊതുവെ ഡയാന ബെഞ്ച് അല്ലെങ്കിൽ ഡയാന ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. 1992 പ്രിൻസസ് ഡയാന ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നെടുത്ത ചിത്രം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു. ആ ചിത്രം പ്രണയത്തിൻ്റെ സ്മാരകത്തിന് മുന്നിലെ ഏകാന്തത, തകർന്ന ബന്ധത്തിൻ്റെ നിശബ്ദത, വേദന എന്നിവയുടെ ആഗോള പ്രതീകമായി മാറി. ചരിത്രപരമായി ഇതൊരു ബ്രിഡ്ജല്ല, പക്ഷേ താജ്മഹലിൻ്റെ സൗന്ദര്യം പ്രതിഫലിപ്പിക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് ബെഞ്ച് ഏരിയയാണ്. ഇന്ന് ഈ സ്ഥലം സന്ദർശകർ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്നൊരു ഐക്കോണിക് പോയിൻ്റായി മാറിയിരിക്കുന്നു. ഷാജഹാൻ്റെ പ്രണയം കല്ലിൽ കൊത്തിയിടമായ ഡയാനയുടെ മൗനം
ഈ ബെഞ്ചിൽ ചരിത്രമായി. ഇവിടെ തീരുന്നില്ല. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ എത്താം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.